നമസ്കാരം പ്രിയപ്പെട്ടവരെ. സ്പോർട്സ് പിച്ചിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ അവിസ്മരണീയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. കപ്പില്ലാതെ കപ്പടിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നും പറയാം. കാരണം ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിൽ വിജയിച്ചെങ്കിലും ഏഷ്യ കപ്പ് കൈപ്പറ്റാൻ നിന്നില്ല. അത് കൊടുക്കാൻ നിന്നിരുന്ന തൽപര കക്ഷികളെ പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് ഇന്ത്യ തൻ്റെ അടുത്തോടുകൂടി ഒരു കപ്പ് കയ്യിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതിൽ നമ്മൾ സംതൃപ്തരുമായിരുന്നു. കാരണം കപ്പല്ലല്ലോ, ആ കപ്പ് തരുന്ന രാഷ്ട്രീയമാണ് നമുക്ക് പ്രധാനം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയുമായ മൊഹസിൻ നഖ്വിയാണ് വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിക്കാനിരുന്നത്. മുൻപ് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ള നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാവാതെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ഉദ്യമം ചരിത്രത്തിൽ ആദ്യമായി ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് അവർക്കുള്ള ഒരു കരണത്തടി കൂടിയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ വിജയിച്ചപ്പോൾ ഗൗതം ഗംഭീറിന്റെ കണ്ണുകളിൽ നിന്ന് ഒരിറ്റ് കണ്ണീർ പൊടിഞ്ഞത് ക്രിക്കറ്റ് ലോകത്തിന് തീരാ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു മികച്ച പ്രതികരണവുമായി ഷോയബ് മാലിക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ യുവതാരം തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയബ് മാലിക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തിലക് വർമ്മ നേരിട്ടത് എന്നുള്ളത് വരും തലമുറയ്ക്ക് പോലും ഒരു ചരിത്രമാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. തിലക് വർമ്മയുടെ അസാമാന്യ കഴിവിനെയാണ് മാലിക് ഉയർത്തിക്കാട്ടിയത്. വെറും 22 വയസ്സുള്ള തിലക് വർമ്മ ഇത്തരത്തിലൊരു മെച്യൂരിറ്റി ഇന്നിങ്സ് കളിച്ചതിൽ ഷോയബ് മാലിക് വളരെ നിർവൃതി അണഞ്ഞ ഒരു അനുഭൂതിയാണ് ഇപ്പോൾ ആരാധകർക്ക് മുമ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു തിലക് വർമ്മ കാഴ്ചവെച്ചത്. സാധാരണയായി 160-ലധികം സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു താരമാണ് തിലക് വർമ്മ. എന്നാൽ ഈ മത്സരത്തിൽ അദ്ദേഹം 130 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. ഈ മാറ്റം തികച്ചും തന്ത്രപരമായിരുന്നു. കാരണം കളിക്കളത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സമ്മർദ്ദത്തിൽ എത്തിച്ചേരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോയാലാണ് സ്വന്തം ടീമിനെ വിജയത്തിലെത്തിക്കുക എന്നുള്ളൊരു പ്രീ പ്ലാൻ അദ്ദേഹത്തിൻ്റെ ആ തന്ത്രത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു കളിയായിരുന്നു തിലക് വർമ്മ കളിച്ചതെന്നാണ് ഷോയബ് മാലിക് പറഞ്ഞ അടുത്ത പോയിന്റ്. 147 റൺസ് ചേസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ആദ്യ ലക്ഷ്യം. രണ്ടാമതായി പിച്ചിൻ്റെയും കളിയിലെയും സാഹചര്യങ്ങൾ